സ്ഥിരീകരിക്കുന്നു പറഞ്ഞതാണ്. കൈയടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു. ഇനി ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് ശക്തമായ വേദനയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ വരാം. തോളിലോ കഴുത്തിനോ പുറത്തിനോ തലയിൽ എവിടെയെങ്കിലും വേദനയുള്ള ഒരാൾ ഇപ്പോ ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തും കർത്താവ്. പ്ലീസ് കം. ഇപ്പോ ശരീരത്തിൽ വേദനയുള്ള ഒരാൾ പ്ലീസ് കം. ഇതൊന്ന് മാറ്റാമെന്ന്. കം ഹിയർ. ഇതിൻ്റെ അടുത്ത് പറയും. വെയിറ്റ്. എവിടെ വേദന? ഷോൾഡർ ഇവിടെ, ബാക്ക്. ഇപ്പൊ ഉണ്ട് വേദന? ഇപ്പൊ നല്ല വേദനയുണ്ട്. ഡു യു ബിലീവ് ജീസസ് വിൽ ഹീൽ യു നൗ? യെസ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് എണിക്കുന്നത്. ഇതാ വിശ്വാസത്തിന്റെ ഒരു പ്രകടനം. നമ്മൾ എണിക്കുമ്പോൾ തന്നെ സൗഖ്യം ആരംഭിച്ചിട്ടുണ്ട് അവിടെ. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇദ്ദേഹത്തിനെ ഇപ്പൊ സൗഖ്യപ്പെടുത്തുമെന്ന്? വിശ്വസിക്കുന്നവരെന്ന് കൈ ഉയർത്തിയേ. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾക്ക് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിക്കാം. ഇത് കർത്താവ് ഒരു അടയാളം തരികയാണ്. കർത്താവിന്റെ അത്ഭുതം നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് ഇപ്പോൾ. സഹോദരിയും കൂടി പ്രാർത്ഥിച്ചു. ഇതാ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ മകന്റെ ഈ വേദന സൗഖ്യപ്പെടുത്തണം. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. പരിശുദ്ധമ്മേ, ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. Mother Mary, pray for us. Jesus, touch him now. In the name of Jesus, all blood vessels. In the name of Jesus, I command all evil affections troubling him to leave him. In the name of Jesus. Bless him, Lord. Thank you, Jesus. Thank you. Okay. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കിയേ. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന് പറഞ്ഞേ. ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മുഴുവനും മാറിയിട്ടില്ല. നമുക്കൊന്നുകൂടി പ്രാർത്ഥിക്കാമെന്ന. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മുഴുവനും മാറൂലല്ലോ. 3-4 ദിവസത്തെ ഡോസ് കഴിക്കണ്ടെന്ന പോലെ ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കും. ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പൊ തന്നെ ഇത് സൗഖ്യപ്പെടട്ടെ. ദൈവമേ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധാത്മാവേ, in the name of Jesus, be healed. കർത്താവേ, പൂർണ്ണ സൗഖ്യം നൽകണേ, പൂർണ്ണ സൗഖ്യം നൽകണേ മകനെ. എന്താ പേര്? ജോർജ്. ഈ ജോർജിന് പൂർണ്ണ സൗഖ്യം നൽകിക്കൊണ്ട് ഈ മകനെ അങ്ങയുടെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ. അങ്ങയുടെ വചനം കർത്താവിനെ സൗഖ്യപ്പെടുത്തി എന്ന് പ്രഘോഷിക്കണമേ കർത്താവേ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുണ്ട്. പോ കൈ ഒന്നിങ്ങനെ വിടർത്തി നോക്കിയിട്ട്. ഞാനിവിടെ പള്ളി വന്നപ്പോൾ എനിക്ക് വേദനയിൽ, തീവ്രമായ വേദനയിൽ, കുർബാനയുടെ സമയത്ത് മുഴുവൻ വേദനയായിരുന്നു. ഇപ്പോൾ വേദന അനുഭവപ്പെടുന്നില്ല. നല്ല സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എനിബഡി എൽസ്? ഇനി ആരെങ്കിലും ഇപ്പോൾ വേദനയുള്ളവരുണ്ടോ? ഇത് കർത്താവ് നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും നമുക്ക് സൗഖ്യപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഇത്.
ഇപ്പൊ ഈ പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം വർദ്ധിച്ചതായിട്ട് തോന്നുന്നുണ്ട്? നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതായിട്ട് അവരൊന്ന് കരമുയർത്തേ. ഇതാണ് നമ്മൾക്ക് ഒരു കടയിലും മേടിക്കാൻ കിട്ടാത്ത ഒരു ദാനം. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയും. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ടാകും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. നിങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാകാം, ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാകാം. നമ്മളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മളെല്ലാവരിലും ഈ വരമുണ്ട്. നിങ്ങളെല്ലാവരിലും നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗം സൗഖ്യപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് സൗഖ്യം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു അടയാളമാണ്. കർത്താവ് ഇന്ന് ജീവിക്കുന്നു, കർത്താവ് നമ്മളിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളം. എന്താ സഹോദരി, എന്താ പേര്? ആലിസ്. എവിടെ വേദന? തലവേദന. ഇപ്പൊ വേദനയുണ്ട്. ഞാൻ റൈറ്റ് ബേസിൽ ന്യൂമോണിയായിട്ട് 10 ദിവസമായിട്ട് സിക്ക് ലീവില്ല. ഓ, പ്രൈസ് ദി ലോർഡ്. 5 ദിവസമായിട്ട് നല്ല വേദന. ഡു യു ബിലീവ് ജീസസ് വിൽ നൗ ഹീൽ യു? യെസ്, ഐ ബിലീവ്. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് വിശ്വസിക്കുക. കർത്താവ് മഹത്വം കാണും. വയോ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാം. ജോർജ് ഒന്ന് പ്രാർത്ഥിച്ചു. കേട്ടോ, നമ്മൾ കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ വരം നമ്മൾ കുഴിച്ചു മൂടി വെക്കാതെ 10 താലന്തുകളാക്കി മാറ്റണം. ശാന്താല കരമുയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. യേശുവേ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ സൗഖ്യമാകുന്നു. In the name of Jesus. രക്തധമനികൾ, മാംസപേശികൾ സൗഖ്യമാകുന്നു. Let this headache move. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഈ തലവേദന മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus. Let this headache be removed. In the name of Jesus. Be healed. Thank you, Jesus. In the name of Jesus. All evil afflictions blocking her, leave that evil afflictions. Heal her. The root of this problem, root of these sicknesses be healed. Make her a proud witness for your name. Thank you, Jesus. Bless her whole family and the whole colleagues. Thank you, Jesus. Amen. Okay. എന്താ തോന്നണേ? ഒന്ന് തലയൊക്കെ വെട്ടിച്ചു നോക്കി. ഒന്ന് പറയും അവിടെ. എനിക്ക് പൂർണ്ണ സൗഖ്യമാണ്. ഞാൻ 10 ദിവസമായിട്ട് റൈറ്റ് ബേസിൽ ന്യൂമോണിയായിട്ട് സിക്ക് ലീവിലായിരുന്നു. അപ്പോൾ എന്നിട്ട് 5 ദിവസമായിട്ട് എനിക്ക് സിവിയർ ഹെഡേക്ക് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പൂർണ്ണ സൗഖ്യമാണ്. ഞാൻ ഇപ്പം ഈ വേദന അനുഭവിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം പഴക്കമുള്ളതാണ്. വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൊരു 15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. സ്മോൾ വൈബ്രേഷൻ്റെ നീ ജോയിന്റ് പെയിന്, ജോയിന്റ് ഇൻഫ്ലമേഷൻസ്, പലതരത്തിലുള്ള വേദനയുടെ ഒരു ഉടമസ്ഥനാണ് ഞാൻ. ഇത് വർഷങ്ങളായിട്ട് ഞാൻ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദന പൊള്ളി കീറുന്ന പോലുള്ള വേദനയായിരുന്നു. ഈ കുർബാനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുർബാനയുടെ ഇരിക്കാൻ തന്നെ പ്രയാസം ഉള്ള സന്ദർഭങ്ങളായിരുന്നു. പല അവസരങ്ങളിലും ഞാനിപ്പോൾ ബ്രദർ ഇവിടെ നിൽക്കുമ്പോൾ ഒരു നിമിത്തമായി മാറിയിരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ മൈക്രോമേഴ്സിനുള്ള സമയം കളയാനായിട്ട് എല്ലാം ചെയ്തൊരു സാക്ഷ്യം കൂടെ ആയിട്ട് ഉള്ളതുകൊണ്ട് പല പ്രാവശ്യങ്ങളിലും ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്, വന്ന് കുറച്ച് സമയത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് ഈ നല്ല ദൈവത്തിന് എങ്ങനെയാണ് നന്ദി പറയുന്നത് അറിയത്തില്ല. ആ കംപ്ലീറ്റ്ലി എൻ്റെ പുറത്തെ വേദന എങ്ങനെ പോയി എവിടോട്ട് പോയി എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയത്തില്ല. അതൊരു സത്യമാണ്. ദൈവമേ നന്ദി, ദൈവമേ സ്വസ്ഥം. ഇനി നിങ്ങളെല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കിവിടെ നിന്നുകൊണ്ട് കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം. ഇവരെ ഈ കർത്താവിൻ്റെ
ജീവിക്കുന്ന അനുഭവം ഉണ്ടായ പോലെ നമ്മളെല്ലാവരിലും കർത്താവ് ജീവിക്കുന്നു. ഇതതിൻ്റെ ഒരു ആരംഭമാണ്. ഇതുപോലെ തന്നെ എല്ലാവരിലും കർത്താവ് ജീവിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും ഈശോ പറഞ്ഞു, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മല മാറും. നമ്മുടെ കടബാധ്യതകളാകാം, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളാകാം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, നമ്മളുടെ മക്കളുടെ പ്രശ്നങ്ങളാകാം, നമ്മുടെ രോഗങ്ങളാകാം, സാമൂഹിക പ്രശ്നങ്ങളാകാം, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാകാം, എന്ത് തന്നെയായിക്കൊള്ളട്ടെ, ഇതാ ഇന്ന് രാത്രി ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങളുടെ മല ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകട്ടെ. In the name of Jesus, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, move the mountains. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. Hallelujah, 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 hallelujah. യേശുവേ, സൗഖ്യദായകനായ യേശുവേ, സൗഖ്യദായകനായ യേശുവേ, തൊടണമേ, ഓരോരുത്തരെയും തൊടണമേ. അവരുടെ വേദനകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കഷ്ടതകൾ, അവരുടെ ആകുലതകൾ മേലങ്ങ് കരുണയായിരിക്കണമേ. പാപബന്ധനങ്ങൾ, മദ്യപാനത്തിന്റെ ആസക്തികളെ, എല്ലാ ആസക്തികളും അകലട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ആസക്തികളും അകലട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ ആസക്തികളും അകലട്ടെ. In the name of Jesus, എല്ലാ ആസക്തികളും വിട്ടുമാറട്ടെ. കടബാധ്യതകൾ വിട്ടുമാറട്ടെ. സാമ്പത്തിക പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സാമ്പത്തിക പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാറാ രോഗങ്ങൾ മാറട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലട്ടെ. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അകലട്ടെ. In the name of Jesus, move the mountain. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. Thank you, Jesus. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. ജീവജലത്തിന് അരുവിയ എന്നുള്ള ആ ഈരടി മാത്രം പാടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്നു. ദൈവം നമ്മൾക്ക് ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയുമ്പോൾ ബൈബിളിലെ വലിയ രഹസ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങൾ മനസ്സിലാകുമ്പോൾ അടയാളങ്ങൾ ഇങ്ങനെ സംഭവിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ദൈവിക രഹസ്യങ്ങളാകുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അടയാളങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലോക സുവിശേഷവൽക്കരണം നടക്കുന്നത്. നമുക്കതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇനിയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കൊണ്ടും കൃപകൾ കൊണ്ടും നിറയട്ടെ. കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ. ഈ കൃപ നമ്മൾക്ക് യേശുക്രിസ്തുവിലൂടെ
ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും വിശുദ്ധ കുർബാനയിലൂടെയും കൃപ നിറഞ്ഞവരായി നമ്മൾ മാറിയിരിക്കുന്നു. ആ കൃപയെ നമ്മളിൽ തന്നെ വസിക്കുന്ന ത്രിത്വൈക ദൈവം ജ്വലിപ്പിക്കുന്നു. നമുക്ക് ദാഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വീണ്ടും ഒരു നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Very personal prayer our Lord. പടരണമേ ജീവജലത്തിൽ കരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ശ്രീഹാഗ്നിജ്വാലയായി ഒഴുകണമേ ഹല 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 പരിശുദ്ധാത്മാവേ നിറയണം. നമുക്കിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തിപരമായ പ്രാർത്ഥന എന്ന കടലാസ്, ഇതാണ് എൻ്റെ ജീവിതത്തെ വളരെയധികം ആത്മാവിൻ്റെ നിറവിലേക്ക് കൊണ്ടുവന്നത്. പ്രഭാതത്തിൽ ഉണർന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു രൂപരേഖയാണ്. അതൊന്ന് വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു ആത്മീയ ഉണർവ് അനുഭവം നമുക്ക് എന്നും ഉണ്ടാകും. അതിൽ പ്രധാന രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെ നമ്മൾ ആരാധിക്കുന്നു. അതാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. കണ്ടോ, എവിടെയാ തമ്പുരാൻ? തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെ. കർത്താവ് നമ്മളോട് കൂടെ. അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന തമ്പുരാനെ ആരാധിക്കുക, സ്തുതിക്കുക, അതാണ് ആദ്യ പാർട്ട്. അതിനുശേഷം നമ്മുടെ ഉള്ളിലുള്ള മറ്റ് അവയവങ്ങൾ, നമ്മുടെ ആത്മാവ്, മനസ്സ്, മനസാക്ഷി, ഇതെല്ലാം തമ്പുരാന് സമർപ്പിക്കുമ്പോൾ അതെല്ലാം വിശുദ്ധീകരിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും ഒരുപാട് മലിനതകൾ ഉണ്ടാകാം. മലിനതകൾ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇതിനെ എന്നെന്നും വിശുദ്ധീകരിക്കാം. ഏതുപോലെ? നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ മുഖം കഴുകും, പല്ല് തേക്കും, കുളിക്കും. നമ്മളെ വിശുദ്ധീകരണമാണ് ബാഹ്യമായി. ഇതുപോലെ തന്നെ ആന്തരികമായി ഒരു വിശുദ്ധീകരണം നടത്താൻ പറ്റും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ള, മിശിഹായുടെ ദിവ്യാത്മാവിനെ ശുദ്ധീകരിക്കണേ. അത് തന്നെ കുറച്ചുകൂടി വിശദമായിട്ട് വിശുദ്ധീകരിക്കണം. പിന്നെ അടുത്ത പോയിന്റ്, ശക്തീകരിക്കണം. നമ്മൾക്ക് ജ്ഞാനസ്നാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ജ്ഞാനസ്നാനത്തിലൂടെ ജ്ഞാനം നമ്മൾക്ക് നൽകിയിരിക്കുന്നു. യേശുവാകുന്ന ജ്ഞാനം. ഇത് കണ്ടോ, നമ്മൾ ഈ മാതാവിൻ്റെ മഡോണയെ വാസ്തവത്തിൽ
പറയാറുള്ളത് സീറ്റ് ഓഫ് വിസ്ഡം എന്നാണ്. സീറ്റ് ഓഫ് വിസ്ഡം. സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണ സീറ്റ്. ആരാ മാതാവിൻ്റെ സീറ്റിൽ, മാതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നത്? വിസ്ഡം. അതുകൊണ്ടാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ മാതാവാര. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ സിംഹാസനം മാതാവിൻ്റെ മടിയാണ്. പക്ഷേ മാതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ബോധജ്ഞാനം ആരാ? യേശു. ആ യേശു നമ്മുടെ ആത്മാവിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ജ്ഞാനം, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവജ്ഞാനമാണ്. ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇത് എൻ്റെ ഭാര്യയാണ്, വത്സ എന്നാണ് പേര്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കേട്ടോ, പടപടയെന്ന് വചനം വായിക്കുന്ന കേട്ടോ. ഇവിടെ ക്യാമറയിൽ നിൽക്കുന്നത് മരിയ. ഷീസ് എ സിസ്റ്റർ. നമ്മളുടെ ഈ ശുശ്രൂഷയിൽ മധ്യസ്ഥ പ്രാർത്ഥനയും കൗൺസിലിംഗ് എല്ലാം ചെയ്യുന്നതാണ്. അത്യാവശ്യം ക്യാമറയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യും. ഇത് ഇന്നത്തെ ഈ ശുശ്രൂഷ ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് വീണ്ടും കാണാം, മറ്റുള്ളവർക്ക് കാണിക്കാം, അങ്ങനെ സുവിശേഷം പടരാം. ഇത് അങ്ങനെ നമ്മൾ ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കണം. അതുകൂടാണ്ട് ഓക്കെ. അപ്പോൾ പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് ആരെ തേടും? ജ്ഞാനത്തെ. അവൾ വാതിലുകൾ. ഇത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ അതിരാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം ജ്ഞാനം നൽകണേ പരിശുദ്ധാത്മാവേ. ഇതാണ് നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി. ഈ പാട്ടൊക്കെ പാടുന്നതിൻ്റെ അർത്ഥം ജ്ഞാനം നൽകണമെന്ന അർത്ഥം. അപ്പോൾ ഇന്നു മുതൽ ഈ കടലാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത്ഭുതകരമായ മാറ്റമുണ്ടാകും. ഇതാണ് ഞാനൊരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ദൈവം മന്ത്രിച്ചു. ഞാൻ ആ ശബ്ദം കേട്ടു. ഞാൻ എൻ്റെ ജോലിയെല്ലാം കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ട് 22 വർഷമായി 23 വർഷമായി ഫുൾ ടൈം കർത്താവിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. കർത്താവിനെ പരിപാലിക്കുന്നു. ഞങ്ങൾ കുടുംബം മുഴുവനും, അതുകൂടാണ്ട് നമ്മുടെ കൂടെയുള്ള അനേകം ടീം മെമ്പേഴ്സ്. ഇനി മറ്റൊന്നുകൂടി പറയാനുള്ളതാണ്. ഒരു കടലാസ് വേറെ തന്നു. നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാർട്ടൂൺ TV, ഇന്റർനെറ്റ് ടെലിവിഷനാണ് കിൻഡർ TV. കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, കിൻഡർ ഗാർഡൻ. kindertv.tv എന്ന് നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ അടിച്ചാൽ ഒരു TV ആയിട്ട് ഇന്റർനെറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു HDMI കേബിൾ, എന്ത് കേബിൾ? HDMI കേബിൾ. ഇതൊക്കെ മിക്കവാറും എല്ലാ TV-യിലുണ്ട്. ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേ, ചിൽഡ്രൻ, HDMI കേബിൾ അപ്പോൾ HDMI കേബിൾ വെച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്താൽ TV-യിൽ ഈ കാർട്ടൂണുകളെല്ലാം കാണാൻ സാധിക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്രിസ്ത്യൻ കാർട്ടൂൺ ടെലിവിഷൻ. നമ്മുടെ കുട്ടികളെല്ലാം സ്പൈഡർമാൻ, സൂപ്പർമാൻ നോക്കി അവര് നടക്കണതും ഓടണതും അവരുടെ ഡ്രസ്സും ഇതൊക്കെ സ്പൈഡറാണ്. കാർട്ടൂൺ കണ്ട് അവരെല്ലാം കാർട്ടൂൺ മാതിരി ആയിരിക്കും. അവരുടെ ഹെയർ സ്റ്റൈൽ, അതനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ അവർ പറയും, മമ്മി എനിക്ക് സ്പൈഡർമാൻ്റെ ഹെയർ സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഹെയർ സ്റ്റൈൽ വേണമെന്ന് ബാർബർ ഷാപ്പിൽ ചെന്നാൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ അതേമാതിരി മുള്ളം പന്നിയുടെ മാതിരി മുടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നമ്മുടെ കുട്ടികൾ കാണുന്ന അധികം കാർട്ടൂണുകളും മൃഗങ്ങൾ ക്യാരക്ടേഴ്സാണ്. മൃഗങ്ങളുടെ ക്യാരക്ടേഴ്സ് ഇല്ലേ? ഈ മൃഗങ്ങളുടെ ക്യാരക്ടേഴ്സ് കാണുന്നത് കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ മൃഗങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യഭാഷയാണ്. അതാ പ്രശ്നം. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൃഗങ്ങൾ മനുഷ്യഭാഷ സംസാരിക്കണത് കേട്ടിരുന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ പപ്പയും അമ്മയും വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇത് ആരാത് മനസ്സിലായ? ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ അവർക്ക് ഒരു അൺറിയലിസ്റ്റിക് ഫിനോമിന അവരുടെ ഉള്ളിൽ വരികയാണ്. മനസ്സിലാവണ്ട? ഒരു അൺറിയലിസം.
നമ്മൾ അവരോട് പറയണം മോനെ ഇത് ചെയ്, നോ 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 നോ. അവരത് എടാ നിന്നോടല്ലേ പറയണത്, അവൻ കേട്ടിട്ട് മനസ്സിലാവണില്ല. കാരണം ദിസ് ഈസ് റിയൽ. അങ്ങനെ മറ്റൊരു അൺറിയലിസ്റ്റിക് സംസ്കാരം അവരെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും അവർ കാണും, കണ്ടോട്ടെ എന്ന് തന്നെ വിചാരിച്ചോ. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ജീസസ് വണ്ടർ അവരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ജീസസ് കാർട്ടൂൺ, ബൈബിൾ കാർട്ടൂൺ ഇവരുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുകയും ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ആ ഉദ്ദേശത്തിൽ കഴിഞ്ഞ 7 വർഷത്തെ പരിശ്രമത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം. ഇത് ഈ 4 ദിവസമായിട്ടുള്ളൂ ഇത് സ്വിച്ച് ഓൺ ആയിട്ട് കേട്ടോ. kindertv.tv ഇത് നിങ്ങൾ ഉപയോഗിക്കുക, പ്രചരിപ്പിക്കുക. അനേകർക്ക് ഇത് ഫ്രീ ആണ്. അതിൻ്റെ കുറച്ച് കാർട്ടൂൺ DVD, ബെസ്റ്റ് ഓഫ് DVDs കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കുക. യു ക്യാൻ സീ ഇറ്റ് ഇൻ യുവർ കമ്പ്യൂട്ടർ ഓർ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷകൾ അവസാനിക്കുകയാണ് ഇന്നത്തെ. താങ്ക് യു വെരി മച്ച്. കർത്താവിന് നന്ദി. നാളെ എവിടെയാണ്? നാളെ കാർമൽ കെയ്ത്താൻ, അവിടെ കാർമൽ സ്കൂളിൽ യൂത്തിന് ഉള്ള മലയാളത്തിലുള്ള യൂത്തിന്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ യുവാക്കൾ എല്ലാവരെയും അതിനുവേണ്ടി അയക്കുക. യൂത്തിൻ്റെ ധ്യാനമാണ്. അതുപോലെ പിന്നെയുള്ള ദിവസങ്ങളിലെ പ്രോഗ്രാം എവിടേക്കെന്ന് അറിയാം. നാട്ടിൽ ഈ ധ്യാനം കഴിഞ്ഞിട്ട് 5-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. പിന്നെ ധ്യാനങ്ങൾ നാട്ടിലുണ്ട്. ഈ പേഴ്സണൽ പ്രെയറിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇമെയിൽ അയക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷ ഇതുപോലെ മനോഹരമായി കർത്താവ് നടത്തിയതിന് കർത്താവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഇത് ജോലി തിരക്കും ഡ്യൂട്ടിക്ക് പോകാനുള്ളതും നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ആഹാരം ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗായക സംഘത്തിന് ഒരു കൈയടി കൊടുക്കാം. പ്രത്യേകിച്ച് നന്ദി. ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.